ഇപ്പൊ ചേച്ചി ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞിരിക്കാം. ഡോക്ടറിനെ പോലൊരു മനുഷ്യന്റെ കുടുംബത്തിൽ ചെന്ന് കയറാൻ ഒരു യോഗ്യത എനിക്കില്ല. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. എങ്കിലും ചേച്ചി പറഞ്ഞത് ഞാൻ അനുസരിക്കാം. ഇനി ചേച്ചി മംഗലശ്ശേരിയിലേക്ക് വന്നേ പറ്റൂ. നീ ഇത് അവളോട് ആവശ്യപ്പെട്ടിട്ടാ ഇവള് ഗോവിന്ദിന് പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. ഇനി നിനക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല ശ്രീകുട്ടി. ഗോവിന്ദിന്റെ വീട്ടുകാരും കല്യാണത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇവള് കല്യാണം കഴിച്ചു പോകുമ്പോഴേ നമ്മുടെ പ്രശ്നം തീരുവല്ലോ. ഇവള് കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ പ്രശ്നം എങ്ങനെ തീരാനാ? അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞതോ? നീ ചെയ്തതേ ഞാനും നിന്നോട് ചെയ്തിട്ടുള്ളൂ. വിശ്വാസവഞ്ചന. അതിവിടെ ആർക്കും പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാനും ചെയ്യണ്ടേ? സ്വാതി, നിക്ക്. കുഞ്ഞ് നിന്റെ ഉദരത്തിൽ തന്നെയാണ് വളരുന്നെന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ ആ കുഞ്ഞിന്റെ അച്ഛനായി എനിക്കും അതിൽ അവകാശമുണ്ട്. ഏതൊരു കുഞ്ഞിന്റെ അവകാശി അമ്മയാ, അമ്മ മാത്രം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി നീ ശബ്ദിച്ചു പോകരുത്. ഞാൻ ഒരു അച്ഛനാ. നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ തള്ളി പറയാൻ എന്റെ മോള് വളർന്നെങ്കിൽ നിന്റെ അച്ഛനായ എന്നെ നീ തള്ളി പറഞ്ഞേക്കണം. മത്സരിക്കാനും വാശി പിടിക്കാനുമുള്ള കാലമൊക്കെ കഴിഞ്ഞെന്നുള്ള വിവരം എന്റെ മോൾ ഇനിയും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നീ മാത്രമല്ലെന്ന് ഇത് ഞാൻ നിന്നോട് പലവട്ടം ഓർമ്മപ്പെടുത്തിയതാ. വ്യത്യസ്ത സ്വഭാവക്കാർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ആദ്യകാലമൊക്കെ സ്വരച്ചേർച്ച ഉണ്ടാകും. പിന്നീട് പരസ്പരം സഹിക്കാൻ കഴിയാതെ വരും. ആ സമയം അവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് കുടുംബമാണ്, കുഞ്ഞുങ്ങളുമാണ്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഫാമിലി കോർട്ടുകളുടെ എണ്ണം കൂടിയനെ. അവൾ അത്ര പെട്ടെന്ന് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെല്ല. മോള് ഗോവിന്ദന് കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റി പറയരുത്. ചേച്ചി വരാതെ ഞാനിവിടുന്ന് പോവില്ല. നിങ്ങൾ പൊയ്ക്കോ.